മലയാളികൾ എക്കാലവും ഓർമ്മിച്ചു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ പലതും രചിച്ചിരിക്കുന്നത് അക്രൈസ്തവരായ സുഹൃത്തുക്കളാണ്. പാപികളോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം, വാത്സല്യം, കരുണ സർവകാലങ്ങളെയും അതിജീവിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ സൂചകം. ക്രിസ്തു ദർശനങ്ങൾ ഗാനങ്ങളിലൂടെ കേൾക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പുതിയ പുതിയ പാഠങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്ന ഗാനങ്ങൾ തീർച്ചയായും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവയാണ്. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മലയാള സിനിമാ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ ക്രിസ്തീയ ഭക്തിഗാനം ഏത് എന്ന് ചോദിച്ചാൽ തലമുറകൾ ഒരുമിച്ച് പാടുന്ന മനോഹരമായൊരു ഗാനമുണ്ട്. നദി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി പ്രശസ്ത സംഗീത സംവിധായകൻ ദേവരാജൻ മാഷ് ഈണമിട്ട ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ സ്വരമാധുരിയിലൂടെ നമ്മുടെ പ്രഭാതങ്ങളെ തൊട്ടുണർത്തുന്ന നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന ഗാനം. പരിശുദ്ധ മാതാവിനോട് ഇത്രമാത്രം ഭക്തി തോന്നിപ്പിക്കുന്ന ഒരു ഗാനം എഴുതിയത് ക്രൈസ്തവ വിശ്വാസിയല്ലാത്ത, നിരീശ്വരൻ എന്നൊരു പക്ഷേ പേരുകേട്ട വയലാർ രാമവർമ്മയാണ്. കൊടുങ്കാറ്റോതുന്ന അനിശ്ചിതത്വങ്ങളുടെ വഴികളിലൂടെ മുൾമുടി ചൂടി കുരിശും പേറി നടക്കുന്ന ക്രിസ്തീയ മക്കൾക്ക് വഴികാട്ടിയാണ് പരിശുദ്ധ മാതാവ്. ഈ ഗാനം കേൾക്കുന്ന ആരുടെ മനസ്സിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അല്പം കൂടി വർദ്ധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വേണ്ടി മനോഹരമായി ഗാനം ആലപിക്കുന്നത് കലാഭവൻ സാബു. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ, ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ, മുൾമുടി ചൂടി കുരിശും ചുമന്നീത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഇന്നും
വിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. പ്രശസ്ത ബംഗാളി സാഹിത്യകാരനായ താരാശങ്കർ ബാനർജിയുടെ 7 ചുവടുകൾ എന്ന വിഖ്യാതമായ നോവലിൻ്റെ മലയാള ചലച്ചിത്രാവിഷ്കാരമാണ് സ്നേഹദീപമേ മിഴി തുറക്കൂ. പ്രശസ്ത ഗാനരചയിതാവ് പി ഭാസ്കരൻ മാഷ് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ടി കെ പുകഴേന്തി എന്ന വിഖ്യാതനായ മലയാളി സംഗീതജ്ഞനാണ് ഇതിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഗാനം എത്തിയിട്ടുണ്ടാവും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പാടാത്തവരായി നമ്മിൽ ആരുമില്ല. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും തന്നെ ജാതിഭേദമന്യേ വിദ്യാർത്ഥികളെ ദൈവത്തിലേക്ക് ഒരുമിച്ചുണർത്തുന്ന ഗാനമാണിത്. ഈ ഗാനം ആദ്യം പാടിയത് എസ് ജാനകി അമ്മയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത യുവഗായിക സെലിൻ ജോസ്. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നു
മലയാള സിനിമയിലെ അഭിനയ സാമ്രാട്ടായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അഭിനയ ജീവിതത്തിലെ തിലകക്കുറിയായിരുന്നു കുഞ്ഞോനാച്ചൻ എന്ന 95-കാരൻ. പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായ അരനാഴിക നേരം എന്ന സിനിമയിൽ തന്നെ ഈ കുഞ്ഞോനാച്ചനെ അവിസ്മരണീയമാക്കുന്നത് മനോഹരമായ ഒരു ഗാനമാണ്. വയലാർ രാമവർമ്മയാണ് ഈ ഗാനങ്ങൾ എഴുതിയത് എന്നാണ് ഇന്നും മലയാളികളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നത്. എന്നാൽ ഈ സിനിമയുടെ നിർമ്മാതാവായ മഞ്ഞിലാസിൻ്റെ മദ്രാസിലെ വീട്ടിൽ ജോസഫ് സാറിനെ കാണുവാൻ വയലാർ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് പാടുന്ന മനോഹരമായൊരു ഗാനം കേട്ടു. ആ ഗാനം ഈ സിനിമയിൽ ചേർക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് ആ ഗാനം എഴുതിയത് എന്ന് അവർ അന്വേഷിച്ചു. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഫോൾബ്രെക്റ്റ് നാഗൽ എന്ന പ്രൊട്ടസ്റ്റൻ്റ് വൈദികനാണ് മനോഹരമായി ഗാനം എഴുതിയത്. ഏതാണ് ആ ഗാനം? സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഫാദർ നാഗലിൻ്റെ മകൻ ആകസ്മികമായി നിര്യാതനായപ്പോൾ ആ വേദനയിൽ അദ്ദേഹം എഴുതിയതാണ്. മലയാളം പഠിച്ച് ജർമ്മൻകാരനായി വൈദികൻ എഴുതിയ ഒട്ടനവധി ഗാനങ്ങൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും, കത്തോലിക്ക സഭ മാത്രമല്ല ഇതര സഭകൾ ഒരുമിച്ച് ആലപിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ഗാനങ്ങൾ ഈ സഭകളിൽ ആലപിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഗാനം. ഈ ഗാനത്തിൽ കവി ആകസ്മികമായി വേർപെട്ടുപോയ തൻ്റെ മകനെ ഓർമ്മിക്കുന്നതോടൊപ്പം ജീവിതത്തിൻ്റെ നൈമിഷികതയെയും അവതരിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മരണം നമ്മളെ കൊണ്ടുപോകാമെന്നും ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നും കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മരണ ഓർമ്മകളിൽ നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് ഉയരുകയാണ്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് കലാഭവൻ സാബു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്ന ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്ന ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പ് മാറ്റുവാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്ന ഞാൻ തനിയെ പോകുന്നു.
രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴും എൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പ്രപഞ്ച സുഖം തേട ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലണം. യേശുവിനെ കാണണം. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഇനി എത്ര നാൾ നീളുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും നാം ദൈവപരിപാലനയുടെ തണലിലാണ് സഞ്ചാരം നടത്തുന്നത് എന്ന് ഇപ്പോൾ നാം കേട്ട ഈ ഗാനങ്ങളൊക്കെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതകളിൽ നാം തനിച്ചായിപ്പോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന അവസരങ്ങളിൽ, നമ്മുടെ ജീവിതമെല്ലാം ഇരുണ്ടുപോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെയും ലോകം മുഴുവൻ സുഖം പകരാനായി ഒരു സ്നേഹദീപം നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം. രാത്രിയിൽ അഗ്നിസ്തംഭം പോലെയും പകൽ മേഘത്തൂണ് പോലെയും ഈ സാന്നിധ്യാനുഭവമാവട്ടെ ഈ നിമിഷങ്ങളുടെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ധന്യത. ഏവർക്കും നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല